ചെറുപ്പക്കാർ തിരിച്ചു വരുന്നു, അവരിവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ തന്നെ വ്യവസായങ്ങൾ വരുന്നു. കേരളത്തിൽ അങ്ങനെ പറയത്തക്ക ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളില്ല. നമ്മളൊരു സിനിമ വഴിയും അതൊക്കെ ഒരു നരേറ്റീവാണ്. ചില പ്രശ്നങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കൊച്ചി മെട്രോയോട് ചേർന്ന് നമ്മളൊരു 7 നിലയിൽ വർക്ക് നിയർ ഹോം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഫീഡർ ബസ്സിൽ വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകൾ നേരെ മെട്രോ ഇറങ്ങുന്നു, തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബ്രിഡ്ജ് കൂടി വരുന്നുണ്ട്, മെട്രോ സ്റ്റേഷൻ ജോലി ചെയ്യുന്നു. വളരെ സേഫായിട്ട് സ്ത്രീകൾക്ക് പറ്റാവുന്ന ഒരു തൊഴിലിടം. നമ്മളിപ്പോൾ കേരളത്തിൽ പല നിക്ഷേപ സംഗമങ്ങളും കണ്ടിട്ടുണ്ട്. ജിമ്മ് കണ്ടു, ആക്സെന്റ് കണ്ടു, അങ്ങനെ എമർജിങ് കേരള, ഇങ്ങനെ പല നിക്ഷേപ സംഗമങ്ങളും കണ്ടിട്ടുണ്ട്. ഈ നിക്ഷേപ സംഗമത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അത് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് ഒരു ചിത്രമില്ല കേരളത്തിൽ. സമ്മിറ്റിന് ശേഷം ഇപ്പോൾ എല്ലാ വെനസ്ഡേയും ഞങ്ങളുടെ റിവ്യൂ ഉണ്ട്, എത്ര എത്തിയിരിക്കുന്നു. ഓരോ ഇഒയ്ക്കും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 12 ഇൻഡസ്ട്രിയൽ സിറ്റികളാണ് ബഹുമാനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും ആദ്യം ലാൻഡ് എടുത്ത് കൊടുത്ത് നമ്മളാണ്. ഈ കേരള മോഡലിൻ്റെ പ്രത്യേകത ലോകം കാണുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവും വെൽഫെയർ എക്കണോമിയാണ്. എന്നാൽ EMS തന്നെ അവസാനം പറഞ്ഞ അതിൻ്റെ ദൗർബല്യം ഉൽപ്പാദന മേഖലയിൽ വളർച്ചയില്ല. ഉൽപ്പാദന മേഖലയിൽ വളർച്ചയില്ലെങ്കിൽ ഈ നേട്ടം തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ BMW കേരളത്തിൽ വരാതിരുന്നത് ഹർത്താൽ കണ്ടുകൊണ്ടാണെന്നായിരുന്നു നെഗറ്റീവ് ഉണ്ടായി. പക്ഷെ അവർ തന്നെ പറഞ്ഞു, അവരുടെ ചില പ്ലാന്റുകളിൽ ഒരു 100 കാറ് പ്ലാന്റിൽ നിന്ന് പോർട്ടിലേക്ക് പുറപ്പെട്ടാൽ 90 എത്തിയാൽ ബെസ്റ്റ് എന്ന് പറയുന്ന അത്രയും ഒരു അന്തരീക്ഷം വിൽക്കുന്നിടത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വ്യവസായം തുടങ്ങണം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഫാക്ടറി ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഒരു മുറിയിൽ, ഒരു കൊച്ചു മുറിയിൽ നമുക്കൊരു യൂണിറ്റ് തുടങ്ങാവുന്നതേ ഉള്ളൂ. അത് വീട്ടമ്മമാർക്കായാലും വീട്ടിലെ ഒരു കൊച്ചു കുട്ടിക്കായാൽ പോലും ഒരു യൂണിറ്റ് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അതിന് നമ്മളങ്ങ് യൂണിറ്റ് തുടങ്ങുക, അതിൻ്റെ അനുമതികളൊക്കെ പിന്നാലെ വന്നോളും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് മാറാൻ പ്രധാനമായും വഴിയൊരുക്കിയത് പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട ചില വ്യവസായ അനുകൂല നടപടികളും നിയമ ഭേദഗതികളുമൊക്കെയാണ്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് വ്യവസായ മന്ത്രി P. രാജീവാണ്. ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം പലതവണയായി നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത്തവണ നമുക്ക് അദ്ദേഹത്തോട് വൻകിട വ്യവസായങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ മുഖചിത്രം എങ്ങനെ മാറ്റി എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറുകിട വ്യവസായ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പട്ടികയിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വൻകിട വ്യവസായികളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സ്വകാര്യ രംഗത്ത് തന്നെ ഒരു 30ലേറെ വ്യവസായ പാർക്കുകൾ വന്നിട്ടുണ്ട്. അദാനി അല്ലെങ്കിൽ ലുലു പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ വൻകിട നിക്ഷേപം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ? നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ് പ്രധാനം. കേരളത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് മാറിയിരിക്കുന്നു. നേരത്തെ നമുക്ക് വ്യവസായത്തിന് പറ്റില്ല, ബാക്കി പൊതുവെ കാണാൻ കൊള്ളാം, ആരോഗ്യം കൊള്ളാം, സോഷ്യൽ സർവീസ് മേഖലകൾ, വെൽഫെയർ, ഇതെല്ലാം നന്നായിരിക്കുന്നു. പക്ഷെ വ്യവസായത്തിൽ കേരളം പോരാ എന്നതായിരുന്നു പൊതുവെ ഉള്ളൊരു പ്രതീതി. ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഒരു പ്രധാനപ്പെട്ട സംഭാവന ആ ഒരു കാഴ്ചപ്പാടാകെ മാറിയിരിക്കുന്നു. കേരളത്തിലാണ് മികച്ച രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്നൊരിടം എന്ന ഒരു കോൺഫിഡൻസ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടായില്ല, ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ തന്നെ വന്നിരിക്കുന്നു. അതിപ്പോൾ നമ്മൾ ഏത് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഫിക്കി, CIA, ടായ്, കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ഇവരുടെ എല്ലാം കഴിഞ്ഞ 1-2 വർഷത്തെ അവരുടെ കോൺഫറൻസുകൾ നോക്കിയാലും, അത് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് സോൺ ആകാം, നാഷണൽ ആകാം, അതിലെല്ലാം ഒരു കോൺഫിഡൻസ്, കേരളത്തെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും ഈ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെല്ലാം അവരുടേതായ രീതികളുണ്ട്. കൺസൾട്ടൻസി ഉണ്ടാവും, അത് ലോകോത്തര സംവിധാനങ്ങളായിരിക്കും, അവരുടേതായൊരു പഠനം നടത്തിയിട്ടായിരിക്കും അവർ ഇന്ത്യയിൽ തുടങ്ങുകയാണെങ്കിൽ എവിടെ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നതും, കേരളത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ എവിടെയാണ് നിശ്ചയിക്കുന്നതും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടോ വേറൊന്നും, അവരുടേതായിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. ലോകത്തെല്ലായിടത്തും അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇപ്പോൾ ലണ്ടൻ എക്കണോമിസ്റ്റിൻ്റെ ഒരു എക്കണോമിക്സിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. അവർ നടത്തുന്ന വ്യവസായത്തെക്കുറിച്ചുള്ള പഠനം, അതിൽ കേരളം നേരത്തെ റാങ്കിങ്ങിലെ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ 9ാമത്തെ റാങ്കിങ്ങിലേക്ക് 9ലേക്ക് എത്തി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ആണോ അതോ
ഇന്ത്യയുടെ. ഇന്ത്യയുടെ. അതിൽ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്തെത്തി. അതോടൊപ്പം തന്നെ ഒരു കണക്ടിവിറ്റി മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ 3-ാം സ്ഥാനത്താണ്. അപ്പോൾ വിശദമായ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇവരെവിടെ വേണം എന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വേറെ സ്റ്റേറ്റിൽ 1000 ഏക്കറിൽ വലിയൊരു കമ്പനി വരുന്നു, അതൊന്നും കണ്ട് നമ്മൾ പെട്ടെന്ന് ഉത്കണ്ഠപ്പെടേണ്ടതില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണ്. നമ്മുടെ കുറവെന്നുള്ളത് നമുക്ക് സ്ഥലം ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സസ് ആണുള്ളത്. 2 പ്രീമിയം ലാൻഡായിരിക്കും, ലാൻഡിൻ്റെ വില കൂടുതലായിരിക്കും കേരളത്തിൽ. നമുക്ക് വളരെ ത്രോൺ അവേ പ്രൈസിനൊന്നും കേരളത്തിൽ ലാൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് എങ്ങനെ അതുകൊണ്ട് വെർട്ടിക്കലായിട്ട്, തന്നെ നമുക്ക് പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, ചിലത് നമുക്കിവിടെ പറ്റാത്തതാണെങ്കിൽ നമ്മൾ, പക്ഷെ അതിനേക്കാൾ സാധ്യത ഇപ്പോൾ തമിഴ്നാടും ഞങ്ങളും തമ്മിൽ ചർച്ച ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ കാറ് നിർമ്മിക്കാൻ നമ്മൾ ടെക്നോളജി ഇവിടെ നിന്ന് കൊടുക്കും, ഓട്ടോമോട്ടീവ് ടെക്നോളജി നമുക്ക് കൊടുക്കാൻ കഴിയും. കേരളത്തിൽ സാധ്യമാകുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വളരെ ലാർജ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അത് നമുക്കിപ്പോൾ വളരെ വിജിലൻ്റ് ആയൊരു സമൂഹം നമ്മുടെ ഇവിടെ സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 22 പ്രയോറിറ്റി സെക്ടേഴ്സ്, അതിന് 5 ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ IT, ടൂറിസം, മെഡിക്കൽ ഡിവൈസ്, അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ, ലോജിസ്റ്റിക്, ഇങ്ങനെയുള്ള കുറേ മേഖലകൾ, ലൈഫ് സയൻസ്, ഇങ്ങനെയുള്ള മേഖലകൾ നമ്മൾ ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. വൻകിട നിക്ഷേപം ചെറുത് വേണം, കാരണം ഇന്ത്യയുടെ എക്കണോമിയുടെ ബാക്ക് ബോണും കേരളത്തിൻ്റെ ബാക്ക് ബോണും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തന്നെയാണ്. കേരളത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഇപ്പോൾ ഉദ്യമ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 2021 85,000 മറ്റേ ഉള്ളൂ, ഇപ്പോൾ 17 ലക്ഷത്തിൽ കൂടുതലായി. അതിൽ തന്നെ 42% വുമൺ ഓൺടർപ്രണേഴ്സാണ്. അത് കേരളത്തിന് മാത്രം ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ്. വലിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു, പലതും നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഇൻവെസ്റ്റ് കേരള വഴി നമുക്കിപ്പം എത്രത്തോളം മൂലധനം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിന് നമ്മളിപ്പോൾ കേരളത്തിൽ പല നിക്ഷേപ സംഗമങ്ങളും കണ്ടിട്ടുണ്ട്. ജിമ്മ് കണ്ടു, ആക്സെൻറ്റ് കണ്ടു, അങ്ങനെ എമർജിങ് കേരള, ഇങ്ങനെ പല നിക്ഷേപ സംഗമങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിയമസഭയിലെ ചോദ്യോത്തരങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നിക്ഷേപ സംഗമത്തിന് ശേഷം എന്ത് സംഭവിച്ചു, അത് കോൺക്രീറ്റായിട്ട് നമുക്ക് ഒരു ചിത്രമില്ല കേരളത്തിൽ. ഞങ്ങൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുമ്പോൾ 2021 ആദ്യ റൗണ്ട് മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു ഒരു 25 മതി. കാരണം പെട്ടെന്ന് ഷോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല പ്രിപ്പറേറ്ററി വർക്ക്സ് നടത്തി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നമ്മൾ തന്നെ ആവശ്യമായിട്ടുള്ള ലെജിസ്ലേറ്റീവ്സ് മാറ്റങ്ങൾ വരുത്തി ഒരു സ്ട്രൈവിങ് ഇക്കോ സിസ്റ്റം ബിൽഡപ്പ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇൻവെസ്റ്റ് സമ്മിറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഒരു യാത്രയിലൊരു ഘട്ടമാണ് ആ ഇൻവെസ്റ്റ് സമ്മിറ്റ്. അതിനു മുൻപ് ഞങ്ങൾ റോഡ് ഷോ നടത്തി, എല്ലായിടത്തും പുറത്തും നടത്തി, ഇന്ത്യക്കകത്തും നടത്തി. അതോടൊപ്പം തന്നെ സെക്ടർ വൈസ് വലിയ മീറ്റിങ്ങിൽ മെഡിക്കൽ ഡിവൈസിൻ്റെ, ഇലക്ട്രോണിക്സ്, റബ്ബർ, സീ ഫുഡ്, ഇങ്ങനെ പല മേഖലകളിലായിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് സമ്മിറ്റിന് ശേഷം ഇപ്പോൾ എല്ലാ വെഡ്നസ്ഡേയും ഞങ്ങളുടെ റിവ്യൂ ഉണ്ട്, എത്ര എത്തിയിരിക്കുന്നു. ഓരോ EOEക്കും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. EOEകളെ തന്നെ ഞങ്ങൾ ക്രമീകരിച്ചിരുന്നു. ചിലത് പെട്ടെന്ന് തുടങ്ങാൻ പറ്റും, ചിലത് സ്ഥലമുണ്ട്, കുറച്ചുകൂടി അനുമതികൾ വേണം, സ്ഥലമില്ലാത്തതുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുമ്പോൾ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, ഇങ്ങനെ ഞങ്ങൾ ഒരു ക്രമീകരണം നടത്തിയിരുന്നു. ഇപ്പോൾ അന്ന് വന്ന EOEകൾ ഒരു 106 നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി. അതൊരു വലിയ നേട്ടമാണ്. ഒരു 24-25% ഇപ്പോൾ കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. ഇന്ത്യയിൽ തന്നെ നല്ല ഒരു കൺവേർഷൻ പെർസെൻറ്റേജാണ് അതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളെല്ലാം ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? ഇപ്പോൾ ആ സമ്മിറ്റിൽ വന്നാണ് ഇവിടെ നിന്ന് അധിക ദൂരത്ത് അദാനി ലോജിസ്റ്റിക് പാർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി കല്ലിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അങ്കമാലിയിൽ ഭാരത് ബയോടെക് കോവാക്സിൻ നിർമ്മാതാക്കളാണ് ഡോക്ടർ കൃഷ്ണയള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഭാരത് ബയോടെക്കിൻ്റെ സ്ഥാപനം ഇപ്പോൾ അങ്കമാലിയിൽ കല്ലിട്ടു, അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാനുഫാക്ചറിങ് രംഗത്താണ്. അതേപോലെ ഒരു വിയറ്റ്നാം കമ്പനി ഹോം അപ്ലയൻസസിൻ്റെ ആലപ്പുഴയിൽ അവരുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് വരികയാണ്. എല്ലാ ഭാഗത്തും ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ പ്രാരംഭഘട്ടത്തിലേക്ക് അവിടെ പോവുകയുണ്ടായി. ഇവിടെ തന്നെ ഇലക്ട്രോണിക്സ് രംഗത്ത് മറ്റ് കമ്പനികൾ വരുന്നു. അവിഗ്ന ലോജിസ്റ്റിക്, അത് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി, ഇവിടെ തന്നെയാണ്.
അപ്പോൾ എല്ലാ മേഖലയിലുള്ള കേരളയിൽ വന്ന പദ്ധതിയാണ്. ഇൻവെസ്റ്റ് കേരളയിൽ വന്നത് പദ്ധതികളാണ്. അവിടെ തന്നെ MDR ഒരു പുതിയ ലോജിസ്റ്റിക് പാർക്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോജിസ്റ്റിക്സിൽ നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ സറഫ് ഗ്രൂപ്പിൻ്റെ ഒരു 5000 കോടിയുടെ അവരുടെ വാഗ്ദാനമുണ്ട്. അതിൻ്റെ ലാൻഡ് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്ന് കരുതുന്നു. അപ്പോൾ വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നു. മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ്, ഒരു ദിവസം ഞാൻ 4 യൂണിറ്റുകൾ തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ലൈഫ് സയൻസ് പാർക്ക് മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ടേൺ ഓവറിൻ്റെ 22% കേരളത്തിലാണ്. നമ്മൾ ചെറിയ ഒരു സ്ഥലമാണല്ലോ കേരളം. നമ്മുടെ ടെർമോപെൻപോളൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നത്. ടെർമോപെൻപോൾ ലോകത്തിലെ 1-ാം നമ്പർ കമ്പനിയാണ്. അതേപോലെ തന്നെ ഒത്തിരിയേറെ കമ്പനികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. സ്പൈസ് പ്രോസസ്സിങ്, നോർവീജിയൻ കമ്പനി ഇപ്പോൾ ഇവിടെ ഷിപ്പിൻ്റെ വലിയ ഒരു യൂണിറ്റ് അത് ഷിപ്പ് യാർഡുമായി ബന്ധപ്പെട്ട്, ഹുണ്ടായി ഷിപ്പ് യാർഡുമായി ചേർന്നിട്ടുള്ളത് ഇപ്പോൾ രാമന്തുരത്തിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണ് അതിൻ്റെ ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ. അപ്പോൾ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരുന്നു എന്നാണ്. ഈ കമ്പനികൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ് ജോയിൻറ്റ് വെഞ്ചർ വരുന്നുണ്ട്. ഇപ്പോൾ കെൽട്രോൺ അവർ വിയറ്റ്നാം കമ്പനിയുമായി ചേർന്നുള്ള ജോയിൻറ്റ് വെഞ്ചർ, അരൂര് റഷ്യൻ കമ്പനി കെയിൻ അവരുടെ ക്രിസ്ന ടെക്നോളജിയും ചേർന്നിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ കഴിഞ്ഞ ദിവസം കല്ലിടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൽ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകളെല്ലാം മനസ്സിലാക്കി നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും GST പോലെയുള്ള പല വരുമാന മാർഗ്ഗങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു പകരം ഒരു നല്ലൊരു സാധ്യതയല്ലേ ഇതുപോലെ വൻകിട വ്യവസായങ്ങളുടെ ഈ വരവ്? അതെ, ആഭ്യന്തര എക്കണോമിക്കകത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടുന്നുവെന്ന് റിസർവ് ബാങ്കും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ വേഗതയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 10-15 കൊല്ലം കൊണ്ട് നല്ല മാറ്റം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് നൽകാൻ കഴിയും. ഇതിനിടയ്ക്ക് കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. നമ്മളുടെ ഈ വ്യവസായ വികസന ഏരിയകളുണ്ടല്ലോ, അവിടെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ അവകാശികൾക്ക് കൈമാറാനൊന്നും പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ് കുറേ കാലങ്ങളായിട്ട്. ആ അവസ്ഥ മാറിയിട്ടുണ്ട്. അവകാശികൾക്ക് കൈമാറാനുള്ള നടപടികൾ സ്മൂത്തനാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ്? അത് നേരത്തെ വ്യവസായ വകുപ്പ് ചില ഉത്തരവുകൾ ഇറക്കിയിരുന്നു, പക്ഷെ അത് റവന്യൂ അംഗീകരിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു 1960 മുതലുള്ള ഒരു പ്രശ്നമാണ് ഈ ലാൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ചില സങ്കീർണതകൾ. ലീസ് ഉണ്ടായിരുന്നു, പട്ടയം ഉണ്ടായിരുന്നു, ഹയർ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തരാവകാശികൾക്ക് കൈമാറാൻ പോലും വർഷങ്ങളെടുക്കുമായിരുന്നു. ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ വർഷങ്ങളെടുക്കുമായിരുന്നു. ഇപ്പം നമ്മളെല്ലാം സിംപ്ലിഫൈ ചെയ്തു. ഒരാൾ വ്യവസായം കൊണ്ടുപോകുന്നു, കുറേ കാലം കഴിഞ്ഞു അത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അത് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് മാറാം, 25,000 രൂപ അടച്ചാൽ മതി. അതല്ല, ഒരു ആക്ടിവിറ്റി മാറണം, ഇന്നിപ്പോൾ പേപ്പർ കപ്പ് ഉണ്ടാക്കും, നാളെ വേറൊന്നിലേക്ക് മാറണം, അത് മാറണമെങ്കിൽ 10,000 രൂപ അടച്ചാൽ മതി. വളരെ ഓൺലൈനായിട്ട് സിംപ്ലിഫൈ ചെയ്തു. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ഇൻഡസ്ട്രി ആയിരിക്കണം, അവിടെ അനുവദനീയമായ ഇൻഡസ്ട്രി ആയിരിക്കണം, തൊഴിലവസരങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തോടുകൂടി ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ ഇപ്പോൾ അധികം ഭൂമിയൊന്നും ഒഴിഞ്ഞെടുക്കുന്നില്ല. കുറച്ച് ഭൂമി ബാക്കിയുള്ളത് ലിറ്റിഗേഷൻ ഉള്ളതാണ്, ഹൈക്കോടതി. അതിപ്പോൾ നമ്മളൊരു ആർബിട്രേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അദാലത്ത് വെച്ചിട്ട് തീർക്കാവുന്ന ഒരു പ്രക്രിയയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് പോയപ്പോൾ അങ്ങനെ 60 ഏക്കർ അവിടെ ഒഴിഞ്ഞെടുത്തിരുന്നു, അലോട്ട് ചെയ്തു, തർക്കത്തിലാണ്. അതിൽ 20 ഏക്കർ നമ്മൾ മൊത്തം തിരിച്ചു പിടിച്ചിട്ട് 20 ഏക്കർ IITക്ക് ഒരു റിസർച്ച് സെൻറ്റർ MSMEകൾക്ക് വേണ്ടി അത് അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി, ബാക്കി നമ്മളവിടെ അലോട്ട്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ലാൻഡ് ഒരു പ്രശ്നമാണ് കേരളത്തിൽ. അപ്പോഴാണ് നമ്മൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നൊരാശയം, നേരത്തെ സുജ 30 പറഞ്ഞിരുന്നത്, ഇപ്പോൾ 40 ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് പാർക്കുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 500 ഏക്കറോളം ഭൂമി ഇൻഡസ്ട്രിയൽ ഏരിയയായി. ഞാൻ കഴിഞ്ഞ ദിവസം സിന്തൈറ്റിൻ്റെ അജു ജേക്കബിനെ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ പ്രൈവറ്റ് പാർക്കിൽ ഇനി അനുവദിക്കാൻ സ്ഥലമില്ല, യൂണിറ്റുകളെല്ലാം ഫിക്സ് ആയി കഴിഞ്ഞു. അതെ അതെ അതെ. ഇപ്പോൾ ഈ പ്രൈവറ്റ് പാർക്കിൻ്റെ പ്രത്യേകത, നമ്മൾ കല്ലിടാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് മാറ്റി നോട്ടിഫിക്കേഷൻ കൊടുക്കും. ആ പാർക്കിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഇൻസെൻറ്റീവായിട്ട് 3 കോടി രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മിക്കവാറും ആളുകൾക്ക് ഇൻസെൻറ്റീവ് ഒന്നല്ല പ്രശ്നം, അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ കൃഷ്ണയള ഇവിടെ പറയുകയുണ്ടായി, അദ്ദേഹം ലോകത്തെമ്പാടും വ്യവസായം നടത്തുന്ന ആളാണ്. 7 ദിവസം കൊണ്ട് ലാൻഡ് അലോട്ട് ചെയ്തു ഭാരത് ബയോടെക്.
7 ദിവസം കൊണ്ട്, കോവാക്സിൻ കമ്പനി. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞങ്ങൾ ദാവോസിൽ കണ്ടു, ഇവിടെ IKGS വന്നു, പിന്നെ എല്ലാം ഓൺലൈനിലാണ്, പിന്നെ മന്ത്രിയും കണ്ടുവന്നില്ല, ആരെയും കണ്ടുവന്നില്ല. 7 ഡേയ്സിനുള്ളിൽ എനിക്ക് അലോട്ട്മെന്റ് കിട്ടി. ഇത് ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമല്ല അല്ലേ? ഇത് വലിയ വ്യവസായമാണ്. ചെറുകിട അതാ ഞാൻ ചോദിച്ചത്, വ്യവസായങ്ങൾ, വലിയ യൂണിറ്റുകൾക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ അനുമതി കിട്ടും. ചെറിയ യൂണിറ്റുകൾക്ക് 50 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ലൈസൻസ് ഒന്നും വേണ്ട പ്രവർത്തനം തുടങ്ങാൻ. പക്ഷേ നിയമാനുസൃതമായിരിക്കണം. റെഡ് കാറ്റഗറി അതൊന്നും പറ്റില്ല. 3.5 വർഷത്തിനുള്ളിൽ ആവശ്യമായ ലൈസൻസുകൾ നേടിയാൽ മതി. പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കും. ആ പ്രിൻസിപ്പൽ അപ്രൂവലിൻ്റെ നമ്പറാണ് ടെമ്പററി ബിൽഡിംഗ് നമ്പർ. നേരത്തെ ബിൽഡിങ്ങിന് നമ്പർ കിട്ടുന്നില്ല എന്ന് തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ടെമ്പററി ബിൽഡിംഗ് നമ്പർ. GST രജിസ്ട്രേഷനും ഈ നമ്പർ തന്നെ ഉപയോഗിക്കാൻ കഴിയും. വലിയ വ്യവസായങ്ങൾക്ക് ഞങ്ങൾ ഈ അടുത്തിടെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അത് ഇൻഡസ്ട്രി ഒരു പ്രൊമോഷൻ, ഒരു പുതിയ ബ്യൂറോയാണ്. എല്ലാ രേഖകളോടു കൂടിയാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അപേക്ഷ കിട്ടിയാൽ 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കും. കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളിലും അവർക്ക് കൊടുക്കേണ്ട ലൈസൻസുകൾ എല്ലാം ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പ് ലൈസൻസും കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനുള്ള അധികാരം കുറവാണ്. പഞ്ചായത്തിൻ്റെ, ഇലക്ട്രിസിറ്റി, ഹെൽത്ത്, പൊല്യൂഷൻ, അങ്ങനെ പല വകുപ്പുകളുടെ ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും അടങ്ങുന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ട്. രേഖകളെല്ലാം കൃത്യമാണോ നമ്മുടെ ബാക്ക് ഓഫീസ് നോക്കും. അത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ ഈ അപേക്ഷകൾ കൊടുത്തിരിക്കണം. കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അവർക്ക് പ്രശ്നമില്ല. അതിന് നമ്മൾ നോഡൽ ഓഫീസറെ കൊടുക്കും. വലിയ നിക്ഷേപങ്ങൾക്ക് തുടർച്ചയുള്ള പ്രവർത്തനങ്ങളെല്ലാം പിന്നെ അവരാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ ഈ വ്യവസായ എസ്റ്റേറ്റുകളിലെ ഇതിന് സമാനമായ ഒരു പ്രശ്നം നമ്മുടെ തോട്ടം മേഖലയിലും ഉണ്ടായിരുന്നു. അതായത് തോട്ടം മേഖലയെല്ലാം തരിശുഭൂമികളായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. അതൊന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് തോട്ടം മേഖലയിലുള്ള ആ രംഗത്തുള്ള വ്യവസായികൾക്ക് കുറച്ച് നാളായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ വിഷയവും ഈ അടുത്തിടയ്ക്ക് പരിഹരിച്ചിട്ടുണ്ടല്ലോ. അതെ, തോട്ടം മേഖലയിൽ നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് കൃഷ്ണൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് വന്നപ്പോൾ തോട്ടം എന്നുള്ളത് വ്യവസായത്തിൻ്റെ ഭാഗമായി, വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ്. നമ്മൾ ആദ്യമായി ഇന്ത്യയിൽ ഒരു പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരിച്ചു. ഇതുകൂടാതെ കോഴിക്കോട് IIM ചുമതലപ്പെടുത്തി എങ്ങനെ നമുക്ക് തോട്ടം മേഖലയിൽ മുന്നേറാൻ കഴിയും. അവരുടെ നല്ല ഒരു പഠനം റിപ്പോർട്ട് വന്നു, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ ക്രോപ്സ്. അതിപ്പോൾ അവസാന സ്റ്റേജിലേക്കാണ്. ഇപ്പോൾ പ്ലാന്റേഷനിൽ പറയുന്ന വിളകൾ ലിമിറ്റഡ് ആണ്. തേയില, കോഫി, ഏലം, റബ്ബർ, കൊക്കോ, ഇങ്ങനെയുള്ള വിളകൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് റംബുട്ടാൻ, അങ്ങനെ മാങ്കസ്റ്റിൻ, അവക്കാഡോ, പുതിയ ഫ്രൂട്ട്സ് നമുക്കിവിടെ നന്നായി വളരുന്നതാണ്. നല്ല മാർക്കറ്റുണ്ട്. ഇത് ഇപ്പോൾ നിയമ ഭേദഗതി പ്രകാരം 5% മാത്രമേ ഹോർട്ടിക്കൾച്ചറായി നടത്താൻ പറ്റുള്ളൂ. തോട്ടങ്ങളെല്ലാം പലതും ചെറുതായി മാറിയതോടുകൂടി 5% അത്ര ഫീസിബിൾ ആവില്ല അവർക്ക്. അപ്പോൾ അതിനകത്ത് വിളകൾ ഏതുമാകാം. പ്ലാന്റേഷനായി തന്നെ വെക്കണം. പ്ലാന്റേഷൻ ഡിക്ലെയർ ചെയ്യുക, നോട്ടിഫൈ ചെയ്യേണ്ട ഏരിയ ആക്കുക. അവിടെ ഈ രൂപത്തിൽ ഒരു 10 വർഷത്തിൽ കൂടുതൽ ലൈഫുള്ള ഏത് മരവും പ്ലാന്റേഷനായിട്ട് പരിഗണിക്കുക. അതാണ് IIM റിപ്പോർട്ട് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഭേദഗതികളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ആ മേഖലയിലുള്ള ആളുകളും സർക്കാരിൻ്റെ ഈ നിലപാടുകളോട് വലിയ യോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള കുറേ കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയാവുന്ന കുറേ പദ്ധതികളുണ്ട്. വിഴിഞ്ഞം പോർട്ടുണ്ട്, നമ്മുടെ കൊച്ചി മെട്രോയുണ്ട്, പിന്നെ കുറേ പദ്ധതികളുണ്ട്. ഇവിടെ നിന്ന് ഒരു വ്യവസായ ഇടനാഴി ബാംഗ്ലൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് ഈ മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റിയുടെ പ്രൊജക്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ 12 ഇൻഡസ്ട്രിയൽ സിറ്റികളാണ് ബഹുമാനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും ആദ്യം ലാൻഡ് എടുത്ത് കൊടുത്ത് നമ്മളാണ്. അതേപോലെ ആദ്യം ടെൻഡർ നടപടി നമ്മുടെ മാത്രമാണ് പൂർത്തീകരിച്ചത്, ടെൻഡർ അവാർഡ് ചെയ്തു. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ്, ഈ 12-ൽ. അതിൻ്റെ നിർമ്മാണഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. 42 മാസമാണ് അതിൻ്റെ ടെൻഡർ പ്രകാരമുള്ള കാലാവധി. എന്നാൽ 36 മാസത്തിനുള്ളിൽ അത് തീർക്കണമെന്നതാണ് ഞങ്ങൾ അവരുമായി സംസാരിച്ചപ്പോൾ എത്തിയിട്ടുള്ള ധാരണ. ആ മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി വന്നാൽ വലിയ മാറ്റം കേരളത്തിലുണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഈ മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി സാധാരണ ഇൻഡസ്ട്രിയൽ പാർക്ക് പോലെയല്ല. അതിൻ്റെ 50% ഇൻഡസ്ട്രിക്ക് വരിക. ഇൻഡസ്ട്രി തന്നെ എല്ലാ കോമൺ ഫെസിലിറ്റീസ്, എഫ്ലൂമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതുപോലെ തന്നെ ഗ്രീൻ ഏരിയ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ വ്യവസായങ്ങൾ പ്ലഗ് ആൻഡ് പ്ലേ പോലെയായിരിക്കും. നേരെ വന്നാൽ നിങ്ങൾക്ക് ഫാക്ടറി പ്രവർത്തനം പിറ്റേ ദിവസം ആരംഭിക്കാവുന്ന അത്രയും സൗകര്യങ്ങളായിട്ടായിരിക്കും കൈമാറുക. ഇതോടൊപ്പം തന്നെ അവിടെ മാളുണ്ടാവും, അക്കോമഡേഷൻ, ഹോട്ടൽ, സ്കൂൾസ്,
അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്കെല്ലാം ഉള്ള എന്തെല്ലാം അമ്യൂണിറ്റീസ് വേണോ ആ അമ്യൂണിറ്റീസ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള കറണ്ടിൻ്റെ ആ ഭാഗമുണ്ട്, വാട്ടറിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ ഒരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുമ്പോൾ അതിന് ചുറ്റും ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും. ഇപ്പോൾ ഷിപ്പ് യാർഡിൽ നമ്മൾ വിക്രാന്ത് നിർമ്മിച്ചല്ലോ, അപ്പോൾ 100 MSMEകൾക്ക് വർക്ക് കിട്ടി. അതേപോലെ ഇത് വരുമ്പോൾ ചുറ്റുവട്ടത്തും ചെറിയ ചെറിയ വ്യവസായങ്ങൾ വരും. അത് വരുമ്പോഴാണ് ഞങ്ങൾ വീടുകളിൽ 50% സംരംഭത്തിന് ഉപയോഗിക്കാം, ലൈസൻസ് കൊടുക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് യൂണിറ്റാണ്, ചെറിയ കമ്പോണൻ്റ് അസംബ്ലിയാണ്. അത് വീട്ടിലെ സ്ത്രീകളെ ഉപയോഗിച്ച് നടത്താൻ കഴിയും, വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ വിഴിഞ്ഞം വരുമ്പോൾ വിഴിഞ്ഞത്തിനും ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ, കൊല്ലം വരെ അപ്പുറത്തേക്ക് നീണ്ടുപോകുന്നൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. കൊച്ചി സ്വാഭാവികമായിട്ടും ഒരു വ്യവസായ നഗരമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരമായിട്ട് തന്നെ കണക്കാക്കാം. എന്നിട്ട് വലിയ നഗരം ഗ്രാമം എന്ന വ്യത്യാസം ഇല്ലാതെ മൊത്തത്തിലൊരു നഗരമാണ് കേരളം എന്നുള്ളത്. ആ പൊട്ടൻഷ്യൽ നമുക്ക് നന്നായി ഉപയോഗിക്കാനായിട്ട് കഴിയും. മുമ്പ് കൊച്ചിയായിരുന്നു വ്യവസായത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോരോ പാർക്കുകൾ വരുവാണ്. അതെ, കാസർഗോഡ് ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ദിവസം 7 കമ്പനികൾക്ക് കല്ലിട്ടു. 2ാം റൗണ്ട് പോയപ്പോഴും ഏകദേശം 8 കമ്പനി ഉദ്ഘാടനം ചെയ്തു. 6 or 7 കമ്പനികൾക്ക് കല്ലിടുകയുണ്ടായി. കണ്ണൂർ, ഇപ്പോൾ മട്ടന്നൂർ നല്ല രീതിയിൽ എയർപോർട്ടിന് ചേർന്നുള്ള വ്യവസായ പാർക്കുകൾ വികസിക്കുന്ന നിരവധി വ്യവസായങ്ങൾ അവിടെ വരുന്നുണ്ട്. വയനാട് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ കോഫി പാർക്കിൻ്റെ മുഖ്യമന്ത്രി കല്ലിടാൻ പോവുകയാണ്. അവിടെ IT കമ്പനികൾ വരുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഫുഡ് പ്രോസസ്സിങ് കമ്പനികൾ വരുന്നുണ്ട്. മലപ്പുറം നല്ല രീതിയിലുള്ള വ്യവസായങ്ങൾ വരുന്നുണ്ട്. തൃശ്ശൂർ റോബോട്ടിക്സ്, പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിങ് മെഷീനറികൾ ഉണ്ടാക്കുന്ന കമ്പനികളുള്ള സ്ഥലം തൃശ്ശൂരാണ്. ഇവിടെ മാത്രമല്ല ശോഭ മാത്രമല്ല, അത്രയുണ്ട്. കൊച്ചി പിന്നെ നേരത്തെ തന്നെ നമുക്കറിയാം. ആലപ്പുഴയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വിയറ്റ്നാം കമ്പനിയുടെ വരുന്നുണ്ട്. മറ്റേ നമ്മുടെ ഒരു ഫുഡ് പ്രോസസ്സിങ് പാർക്ക്, മെഗാ പാർക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നല്ല രീതിയിൽ റബ്ബറിൻ്റെ നമ്മളിപ്പോൾ പുതിയ റബ്ബർ പാർക്ക് അത് ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളൂർ ന്യൂസ് പ്രിന്റ് നമ്മൾ ഏറ്റെടുത്തു. KPPL സെക്കൻഡ് സ്റ്റേജ് എക്സ്പാൻഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇടുക്കിയിൽ നമ്മുടെ സ്പൈസ് പാർക്ക് ആരംഭിക്കുമ്പോൾ ഇടുക്കിയിൽ ആരെങ്കിലും വിപ്രോയ്ക്ക് ഇപ്പോൾ അവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഫുള്ളായി കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് പുതിയ വെമ്പൂൻ്റെ എല്ലാം കൊട്ടാരക്കരയിലാണോ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ 4 or 5 ലൈഫ് സയൻസ് പാർക്കുകൾ ഉദ്ഘാടനം ചെയ്തു. ദുബായിയുടെ പുതിയ IT സംവിധാനങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും സംരംഭങ്ങൾ വരുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിനി അവിടെ പോയാലോ? ആയിക്കോട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെസ്റ്റിന്റെ ഹൈടെക് പാർക്കിലാണ്. റിപ്പോർട്ടർ ചാനലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓഫീസാണിത്. വളരെയധികം പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്ത് സ്ട്രിംജന്റ് ആയിട്ടുള്ള ക്വാളിറ്റി നോക്കിയിട്ട് പുറത്തേക്ക് അയക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് നേട്ടം കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്നൊന്ന് പറയാം. റഫേൽ നമ്മുടെ ഇന്ത്യയുടെ കോൺട്രാക്റ്റിൽ വലിയ ഒരു ഭാഗം നിർമ്മിക്കാനുള്ള കരാറ് SFO ടെക്നോളജീസ് കിട്ടിയിരുന്നു. 3000 പേര് ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി റിപ്പോർട്ടറിൻ്റെ അടുത്തുണ്ടെന്ന് നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു കുറവ്. ഇതാണ് നമുക്ക് ഈ വിസിബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഇവർ 16 തുടങ്ങിയെങ്കിലും കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിലാണ് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഇവരുടെ കാക്കനാട് യൂണിറ്റിൽ പോയിരുന്നു. അവിടെയും ഏകദേശം 10,000-2,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5,000 കോടി ടേൺ ഓവറുള്ള സ്ഥാപനമായിട്ടിപ്പോൾ SFO ടെക്നോളജീസ് മാറി. നമ്മുടെ നാട്ടിലുള്ളൊരു വർത്താനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പെട്ടിക്കട, ബീവറേജ്, ലോട്ടറി മാത്രമേ കേരളത്തിലുള്ളൂ. ഇതാണ് പൊതുവെ ഉള്ള ധാരണ. പക്ഷെ ഇപ്പോൾ അവിടെയാണ് GEയുടെ MRI സ്കാനിങ് മെഷീൻ അവരാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ അവിടെ പോയി തലച്ചോറ് അവിടെ കയറ്റി, സോഫ്റ്റ്വെയർ കയറ്റി, ലോഗോ ഇവിടെയല്ല, കാക്കനാട് SFO ടെക്നോളജീസ്. ലോകത്ത് 2 കമ്പനികളാണ് പ്രധാനമായിട്ട് MRI സ്കാനിങ്. ഒന്ന് GEയും മറ്റൊന്ന് ഫിലിപ്സിനും ഇവർ ചില MRI ഇല്ലെങ്കിലും മറ്റു ചില കമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ഒരു ഇലക്ട്രോണിക്സ്, ഇത് നമ്മുടെ പ്രയോറിറ്റി സെക്ടറാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പൊല്യൂഷനൊക്കെ ഉള്ള വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 99% മൈഗ്രൻ്റ് ലേബറായിരുന്നു. നിങ്ങളൊക്കെ മലയാളികളല്ലേ? ഇവരെല്ലാവരും മലയാളികളാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും അത്തരം ഇപ്പോൾ ഗാർമെൻറ്റ് ഫാക്ടറി പോയി തരുന്നത്
99% മൈഗ്രന്റ് ലേബർ ആയിരിക്കും. പിന്നെ പുതിയ മാനുഫാക്ചറിങ് കമ്പനികൾ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കുറെ കൂടി നമ്മുടെ സ്കില്ലായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്. അതെ, അപ്പൊ പിന്നെ നമ്മുടെ ഞങ്ങൾ സാർ ഇതേപോലെ ഞാനൊക്കെ പുറത്ത് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നാണ്, കേരളത്തിലോട്ട് തിരിച്ചു വന്നത്. റിവേഴ്സ് മൈഗ്രേഷൻ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ്. ലിങ്ക്ഡിന്റെ റിപ്പോർട്ട് പ്രകാരം ജനുവരി മുതൽ ജൂലൈ വരെ 40,000 മലയാളി പ്രൊഫഷണലുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ സർവേ നടത്തിയിട്ടല്ല. ഇപ്പൊ ഇദ്ദേഹം എവിടെയായിരുന്നു? ഞാൻ ഫ്ലെക്സ്ട്രോണിക്സ് ചെന്നൈ ആയിരുന്നു. ചെന്നൈ. ഫ്ലെക്സ് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട് സാർ. അപ്പൊ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇവിടെ ജോയിൻ ചെയ്യണതിന് മുമ്പ് തന്നെ പ്രൊഫൈൽ I അപ്ഡേറ്റ് update. ചെയ്യും. ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് അനലൈസ് ചെയ്തിട്ടാണ് 40,000 ആളുകൾ കേരളത്തിലേക്ക് 7 മാസത്തിനുള്ളിൽ തിരിച്ചു വന്നു എന്നുള്ളത്. അപ്പൊ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് വരുന്നവരല്ല, ഇവിടെ കുറെ കൂടി മെച്ചപ്പെട്ടതിലേക്ക് വരുന്നതാണ്. ഇപ്പൊ ഒരാള് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഞാൻ IBM-ൽ അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 40% ടാക്സ് ആണ്. അവിടെ ഒരു പല്ല് വേദന എടുത്തിട്ട് പുള്ളി 10 മാസം കഴിഞ്ഞിട്ടാണ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഇവിടെ ഇപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൗകര്യം ഒരു 4-5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ഇവർ വരുമ്പോൾ ചിലപ്പോൾ ഒരു യൂബർ വിളിച്ചു വരും, അല്ലെങ്കിൽ സ്വിഗ്ഗി, എല്ലാവരും സ്വിഗ്ഗി എന്നായിരിക്കും സാധനം വാങ്ങിക്കുക. അത് കൊണ്ടുവരുന്നവരുടെ എണ്ണം കൂടും. ഇവരുടെ കുട്ടികളായിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടെ സൗകര്യം വരും. അപ്പോൾ ഒരു 4-5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ വരും. അപ്പോൾ കേരളത്തിന്റെ ഒരു ആവശ്യം ഇതുപോലെയുള്ള ഇത്തരത്തിൽ നമ്മുടെ ആളുകൾക്ക് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ, ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേരളത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്നുള്ളത്. നമ്മുടെ ലിമിറ്റേഷൻ എന്നുള്ളത് ലാൻഡ്. ഇപ്പൊ മിക്കവാറും ഇത് വെർട്ടിക്കലല്ലേ മുകളിലോട്ട്. കുറെ കൂടി ഇപ്പൊ നമ്മളെല്ലാം വെർട്ടിക്കലായിട്ടുള്ള SFI, SDF ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറീസ്. അതാണ് നമ്മൾ കുറെ കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അസംബ്ലി ലൈനൊക്കെ ഇപ്പോൾ പഴയതുപോലെ ഹൊറിസോണ്ടൽ ആകുന്നില്ല, എല്ലാം വെർട്ടിക്കൽ അസംബ്ലി ലൈൻ. ടെക്നോളജിയിലെ വാക്കും ഇതെല്ലാം വന്ന് കുറെ പുതിയ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുന്നു. അപ്പൊ അതില് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പവർ ഇലക്ട്രോണിക്സ് കമ്പനിയാണ് SFO ടെക്നോളജീസ്. അങ്ങനത്തെ കമ്പനി നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിമിതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പൈസ് പ്രോസസ്സിംഗ് ഒലിയോറസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് സിന്തേറ്റ് ഗ്രൂപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് തെർമൽ പെൻബോൺ. ലോകത്തിലെ 2ാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനിയാണ് ഡെൻകെയർ എന്നുള്ളത്. ഇന്ത്യയിലെ ഏക ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി ശ്രീചിത്രയുടെ ടെക്നോളജി ഉപയോഗിച്ച് അത് കേരളത്തിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെന്റ് മേരീസ് റബ്ബേഴ്സിൽ പോയി. അവർ 82 രാജ്യങ്ങളിൽ, കോട്ടയം കാഞ്ഞിരപ്പള്ളി 82 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് റബ്ബർ ഗ്ലൗസ് എല്ലാം. ഇവിടെ തന്നെയാണ് നമ്മുടെ കോവിഡ് സമയത്ത് ഡൈമർ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന കമ്പനിയും, അതും ഇവിടെ തന്നെ ഒരു അഗാപ്പെ കേരളത്തിലെ ഒരു വില്ലേജിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലോകോത്തര കമ്പനികൾ ഇപ്പൊ കേരളത്തിലുണ്ട്. ഇവരാണ് ഇപ്പൊ നല്ല എക്സ്പാൻഷൻ സമയത്ത് അല്ലേ. ഒത്തിരി പുതിയ റഫേലിന്റെ കോൺട്രാക്ട് ഇവർക്ക് 300 കോടിയുടെ മറ്റോ പുതിയ കോൺട്രാക്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നം ഇതൊന്നും ഒരു ചരമ പേജിൽ വരും വരില്ലേ കേരളത്തിൽ. മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ അത് ആഘോഷിക്കും ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറെ കൂടി മാറ്റം വരുന്നു. അതിൽ റിപ്പോർട്ടർ TVയുടെ ഈ ഇത്തരത്തിൽ ഇത് അവതരിപ്പിക്കാൻ ശ്രമവും അഭിനന്ദനാർഹമാണ്. നമുക്ക് കുറെ കൂടി വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സഹായകമാണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം, മലയാളികൾ പഠിച്ച് പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥ മാറി വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പൊ പറഞ്ഞിരുന്നു ലിങ്ക്ഡിൻ ഒരു റിപ്പോർട്ട്, റിവേഴ്സ് മൈഗ്രേഷൻ, റിട്ടേൺ മൈഗ്രേഷൻ. നേരത്തെ നമ്മൾ മൈഗ്രേഷൻ ആണ്, ഇവിടെ ഉള്ളവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോ ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. നല്ലൊരു പങ്കും ഇവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം പുറത്തുള്ള ക്ലൈമറ്റ് വ്യത്യസ്തമായിരിക്കും, ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കിട്ടുന്നത് കുറെ കൂടി സന്തോഷകരമായിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ പണ്ടും സംസാരിച്ചപ്പോൾ കേരളത്തിന്റെ പുറത്ത് പലയിടങ്ങളിലും ജോലി ചെയ്തവരാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആളുകളെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാക്കി മാറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ വരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത് ഒരു പുറത്തുനിന്നുള്ള ഇങ്ങോട്ടുള്ള ഒഴുക്കായിരിക്കും. ഇപ്പൊ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരുന്നു. അതിലിപ്പോ ഇവിടെ തന്നെ 3000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കാക്കനാട് ഇവരുടെ 2000 പേര്, അപ്പോൾ 5000 പേര് അധികം ഇവിടെ തന്നെ ഈ SFO ടെക്നോളജീസിന് ജോലി ചെയ്യുന്നു. 5000 കോടി ടേൺ ഓവറുള്ള ഒരു പവർ ഇലക്ട്രോണിക്സിലെ ഇന്ത്യയിലെ തന്നെ 1ാമത്തെ നമ്പർ സ്ഥാപനം. പിന്നെ IBM വന്നപ്പോൾ 100 പേരാണ് അവർ പറഞ്ഞത്. ഇപ്പൊ 3000 പേര് IBM-ൽ ജോലി ചെയ്യുന്നുണ്ട്.
3000 പേർ എന്ന് പറഞ്ഞാൽ ഏകദേശം 600 കോടി ശമ്പള ഇനത്തിൽ മാത്രം അവർ ഒരു വർഷം നൽകുന്നുണ്ടായിരിക്കും. ഇത്തരം ജോബിന്റെ പ്രത്യേകത ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ് ആകുമ്പോൾ ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ 1:5 ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കാണുന്നത്. കേരളത്തിലെ വ്യവസായ നയത്തിൻ്റെ ഒരു പ്രയോറിറ്റി ഏരിയയാണ് ഇലക്ട്രോണിക്സ് മേഖല, പ്രത്യേകിച്ചും പവർ ഇലക്ട്രോണിക്സ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന കമ്പനി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അത് ആളുകൾ അധികം അറിയുന്നില്ല. അത് നമ്മൾ ഭേദിക്കുക, കുറേ കൂടി വിസിബിലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ കുറേ കൂടി ഇപ്പോൾ ഒരു ആങ്കർ ഇൻഡസ്ട്രി രൂപത്തിൽ വരികയാണെങ്കിൽ അതിന് ചുറ്റുവട്ടത്തും ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് വരും. ഇപ്പം ഇങ്ങനൊരു ഇൻഡസ്ട്രി വന്നാൽ ഞങ്ങളിപ്പോൾ വീടുകളിൽ 50% സംരംഭങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ചെറിയ യൂണിറ്റ്, ചെറിയ അസംബ്ലിംഗ് ഒക്കെ അവിടെ വീട്ടിലെ സ്ത്രീകൾ ഔട്ട്സോഴ്സ് ചെയ്യുക. നമ്മുടെ വീടുകളിലാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് സൈഡിലായിട്ടിരിക്കുന്നത്. ബിടെക് വീട്ടമ്മമാരുണ്ടാവും, BBA വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ അവർ മിക്കവാറും ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ കല്യാണം, ജോലി, കുടുംബമൊക്കെ ഒന്നിച്ചു പോകും. ഒരു തലമുറ ഒരു കുട്ടികളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന തലമുറയാണെങ്കിൽ അവർ ജോലിയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ ഉപേക്ഷിച്ച് വീട്ടിലിരുന്നവരായിരിക്കും. അപ്പോൾ അവരെ നമ്മളൊന്ന് അപ്സ്കില്ലിങ്, ഇന്നത്തെ അനുസരിച്ച് അവരെ സ്കില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അവരുടെ പഴയതൊക്കെ പൊടി തട്ടി പുതിയ റിക്വയർമെൻ്റ് അനുസരിച്ച് അപ്സ്കില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ജോലി ചെയ്യും. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങളുടെ 100 വീടുകളിൽ ഇവിടെ ഒരു ചെറിയ സംരംഭം അവരെ കൊണ്ട് ചെയ്യിക്കുക, അവർക്ക് ഇന്നത് വേണം. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ അപ്സ്കില്ലിങ് നമുക്ക് വേണ്ടി അസാപ്പോ മറ്റു സൗകര്യം വഴി അത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കേരളത്തിൽ കുറേയുണ്ട്. ആ വീടുകളിൽ ഇപ്പോൾ ഗവൺമെൻറ് 100% ലൈസൻസ് കൊടുക്കുന്നുണ്ട്. മറ്റേ റെഡ് കാറ്റഗറി ഒന്നും പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു IT, ഇപ്പോൾ ഫ്ലെക്സി പ്ലേസസ് ഒക്കെ ആണല്ലോ, വർക്ക് നിയർ ഹോം, ആ രൂപത്തിൽ വർക്ക് ഫ്രം ഹോം, അതെല്ലാം സൗകര്യപ്രദമാണ്. ഇപ്പോൾ കൊച്ചി മെട്രോയോട് ചേർന്ന് നമ്മളൊരു 7 നിലയിൽ വർക്ക് നിയർ ഹോം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഫീഡർ ബസ്സിൽ വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകൾ നേരെ മെട്രോ ഇറങ്ങുന്നു, തൊട്ടപ്പുറത്ത് തന്നെ ഒരു ജോലി വരുന്നുണ്ട്, മെട്രോ സ്റ്റേഷൻ ജോലി ചെയ്യുന്നു. വളരെ സേഫായിട്ട് സ്ത്രീകൾക്ക് പറ്റാവുന്ന ഒരു തൊഴിലിടം എന്ന നിലയിലാണ് നമ്മൾ അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഒരു ചിത്രമെന്ന്. മിനിസ്റ്റർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മിനിസ്റ്ററുടെ തന്നെ മണ്ഡലത്തിലെ ഒരു അഭിമാന പദ്ധതിയായ അദാനി ലോജിസ്റ്റിക്സ് പാർക്കിലാണ്. അദാനി പോർട്ട് തിരുവനന്തപുരത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പദ്ധതിയും വരുന്നത്. ഈ ലോജിസ്റ്റിക് പാർക്ക് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കേരളത്തിലൊരു പുതിയതാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇവിടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാവുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ലോജിസ്റ്റിക്സ്. സാധാരണ നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്ന പോലെയല്ല. ഇപ്പോൾ ഇവരൊരു വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും. ഇവിടെ ഓഗസ്റ്റ് 23-നാണ് മുഖ്യമന്ത്രി ഇതിന്റെ കല്ലിട്ടത്. ഇത് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലെ വന്ന പദ്ധതികളിലൊന്നാണ്. 70 ഏക്കറിന്റെ സ്ഥലമാണ് ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. 12 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള 8 ബിൽഡിങ്ങുകളാണ്, അല്ലെ 8 സംവിധാനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇത് തന്നെ ഫ്ലിപ്കാർട്ടിന്റെ അവർക്ക് വേണ്ടിയുള്ള 2 lakhs സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിന് വേണ്ടിയുള്ളതാണ് ഈ നിർമ്മാണം നടക്കുന്നത്. അത് 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം 10,000-കണക്കിന് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് സഹായകരമായിരിക്കും ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ. 400 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഘട്ടത്തിൽ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ പ്രത്യേകത, ഇപ്പോൾ കളമശ്ശേരിയിൽ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട SF ടെക്നോളജീസ്, അത് കളമശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു മൾട്ടിനാഷണൽ സ്ഥാപനമായിട്ട് മാറുന്നു. ഇതിവിടെ വരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ലുലുവിന്റെ ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്. നേരത്തെ ലുലു മോളുകളിലായിരുന്നു, ഇപ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ അവർ പ്രോസസ്സിങ്ങിലേക്ക് വന്നിരുന്നു. ഇവിടെ തന്നെ അരൂര് ഞാൻ തന്നെ അവരുടെ ഒരു സീ ഫുഡ് പ്രോസസ്സിംഗ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് വരികയാണ്. ഇതുകൂടാതെ തന്നെ ചെറിയ ലോജിസ്റ്റിക് പാർക്കുകൾ തൊട്ടപ്പുറത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആധുനിക വ്യവസായങ്ങളുടെ പ്രധാന കേന്ദ്രം വരുന്നു. ലോജിസ്റ്റിക് ഹബ്ബായിക്കൊണ്ട് ഈ പ്രദേശം മാറുന്നുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ പോർട്ടുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ? അവിടുന്ന് ഷിപ്മെന്റ് വരുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, ആ ഒരു രീതിയിൽ തിരുവനന്തപുരത്തിന്റെ നമ്മൾ അവിടെ തന്നെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. ഇപ്പൊ തിരുവനന്തപുരം ഒരു ഇടനാഴി ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ലോജിസ്റ്റിക് ഇവിടെ തന്നെ ഇപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ വരുന്നുണ്ട്. അതുകൂടാതെ എയർപോർട്ട്, മറ്റേ ഹൈവേ കണക്ടിവിറ്റി ശക്തിപ്പെടുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെയർ ഹൗസിങ്സ് എല്ലാം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. നേരത്തെ ചില സ്റ്റേറ്റുകളിൽ ചില ടാക്സ് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു.
ഇപ്പൊ ടാക്സ് ഹോൾഡേഴ്സ് എല്ലാം മാറുന്നതോടുകൂടി പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ എന്റെ മണ്ഡലത്തിനോട് ചേർന്ന് പുതിയൊരു ലോജിസ്റ്റിക് പാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പെനറ്റൂണി അവര് ലോകത്തിലെ തന്നെ ഒന്നാമത്തെ നമ്പർ ലോജിസ്റ്റിക് കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്. അവര് ബിനാനി സിംഗിന്റെ പഴയ സ്ഥലത്ത് 25 ഏക്കേഴ്സിൽ അവരൊന്ന് വരുന്നുണ്ട്. അവിഗ്നയുടെ ലോജിസ്റ്റിക് പാർക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. NDRന്റെ ലോജിസ്റ്റിക് പാർക്കിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മേഖലയിൽ തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ലുലുവിന്റെ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? അവർ ഫുഡ് പ്രോസസ്സിംഗ് ആണ്, അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചൊരു ജർമ്മൻ ഡിസൈൻ പോലും ജർമ്മൻ ഡിസൈനേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സീ ഫുഡ് പ്രോസസ്സിംഗിന്റെ അരൂര് തുടങ്ങിക്കഴിഞ്ഞു. ഫുഡ് പ്രോസസ്സിംഗിന്റെ ആണ് ഇവിടെ 10 ഏക്കറിലാണ് ആ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത്. കൊച്ചിയില് ഇത്രയേറെ സ്ഥലം മറ്റെവിടെ ഇല്ലെന്ന് തോന്നുന്നു അത് അല്ലേ? ഇത്രയേറെ വ്യവസായത്തിനോട് ചേർന്ന് ഇപ്പൊ ഇതെല്ലാം ഹൈവേയോട് ചേർന്ന് സീപോർട്ട് എയർപോർട്ടിനോട് ഇപ്പോൾ കണക്ഷൻ 25 കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. അത് എയർപോർട്ടോടുകൂടി കണക്ട് ചെയ്യുമ്പോഴുകൂടി ഈ റോഡിന്റെ വല്ലാതെ കുറച്ചുകൂടി കണക്ടിവിറ്റി, ഹൈ സ്പീഡ് കണക്ടിവിറ്റിയിലേക്ക് വരും. അപ്പൊ ആ സാധ്യത കൂടി നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ ഞാൻ ഈ പാർക്കുകളെ കുറിച്ചല്ല ചോദിക്കുന്നത്. നമ്മൾ പല യൂണിറ്റുകളും വ്യവസായങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഒരു ഫോളോ അപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട്? ഇത്തരം കമ്പനികളെല്ലാം അവരുടേതായ ഒരു സംവിധാനം ഉണ്ടാവും. ഗവൺമെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു നോഡൽ ഓഫീസറെ കൊടുക്കുന്നുണ്ട്, ആവശ്യമായ ഫെസിലിറ്റേഷൻ. ഇപ്പൊ ഇവർക്കെല്ലാം ഏത് ഘട്ടത്തിലും ഗവൺമെന്റിൻ്റെതായ സർവീസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെറിയ കമ്പനികൾ, ഇപ്പൊ ഞങ്ങളുടെ മിഷൻ 1000 ഉണ്ട്, ഒരു 50-60 കോടിയൊക്കെ ടേൺ ഓവറുള്ള കമ്പനികൾ, ശരാശരി 100 crore ടേൺ ഓവറുള്ള 1000 കമ്പനികൾ, അതാണ് മിഷൻ 1000. അതിപ്പോൾ 500-ലധികം കമ്പനികൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് എക്സ്പാൻഷൻ ആവശ്യമായിട്ടുള്ള DPR തയ്യാറാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കും. പിന്നെ ബാങ്ക് ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കാനായിട്ട് 50 lakhs വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. മോഡേണൈസേഷൻ 2 കോടി രൂപ വരെ ഇൻസെന്റീവ് കൊടുക്കും. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ അത് ഒരു കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാണ്. അതേപോലെയാണ് ചെറിയ ചെറിയ സംരംഭങ്ങൾ. അവർ തുടങ്ങി പല പ്രതിസന്ധി ഉണ്ടാവും. അപ്പൊ അത്തരം സംരംഭങ്ങൾ ഇപ്പൊ നമ്മൾ 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവർ ഉള്ളത്. അപ്പോൾ നേരത്തെ 1000 സംരംഭം ഒരു MSME ഘട്ടത്തിലുള്ളത് 100 കോടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ടേൺ ഓവറായി. ഇവിടെ 1 ലക്ഷം ചെറിയ സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1 lakh crore ടേൺ ഓവറായി. അപ്പൊ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വളരെ വല്ലാത്ത ചലനാത്മകതയായിരിക്കും നൽകുക. അങ്ങനെ സപ്പോർട്ട് നൽകുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് ഉണ്ട്, നന്മ എന്ന കേരള ബ്രാൻഡ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. വേറെ 10 ഉൽപ്പന്നങ്ങൾ കൂടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു എഡ്ജ് കിട്ടും, സർട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് എന്നുള്ളത്. അപ്പോൾ അവൻ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ടെക്നോളജി ഇപ്പോൾ AI ഒക്കെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ട് സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പോൾ ചെറിയ സംരംഭങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ അവരുടേതായ ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഒപ്പമുണ്ട് എന്നൊരു കോൺഫിഡൻസ് അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ ഇപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ വളരെ കുറച്ച് മെട്രോകൾ മാത്രമാണ് വിജയകരമായിട്ട് ലാഭത്തിലെത്തി മുന്നോട്ട് പോകുന്നത്. കൊച്ചി മെട്രോ അങ്ങനെ ഒരു പദ്ധതിയാണ്. കൊച്ചി മെട്രോയുടെ അടുത്ത വികസനം അങ്കമാലി ഇൻഫോ പാർക്കിലേക്ക് വരുന്നു, തുടർന്ന് അങ്കമാലിയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു വികസനം എന്താണ്? മെട്രോന്റെ കാക്കനാട്ടേക്കുള്ള 40% പിങ്ക് മെട്രോ ആണ്. വർക്ക്ഫോഴ്സ് സഹായകരായിരിക്കും. അതിന്റെ അങ്കമാലി എയർപോർട്ട് വഴി അങ്കമാലിയാണ് നെക്സ്റ്റ് സ്റ്റേജ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ ജുഡീഷ്യൽ സിറ്റി വരികയാണ്. ഇവരുടെ ഇത് വരുന്നു, ക്യാൻസർ സെന്റർ വരുന്നു, വലിയൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യൽ സിറ്റി വരുന്നതോടുകൂടി ഹൈക്കോടതിയും അനുബന്ധ സംവിധാനങ്ങൾ വരുമ്പോൾ ആയിരക്കണക്കിന് കാറുകളായിരിക്കും വരിക. അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കൂടി ഒരു കണക്ഷൻ ജുഡീഷ്യൽ സിറ്റിയിലേക്ക് മെട്രോ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വലിയ മാറ്റം മെട്രോയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ കൊച്ചിയുടെ ഒരു പ്രത്യേകത, മെട്രോയുടെ തുടർച്ചയിൽ നമുക്ക് വാട്ടർ മെട്രോ കൂടി തുടങ്ങാൻ പറ്റി എന്നുള്ളതാണ്. വാട്ടർ മെട്രോ ഇപ്പോ വളരെ ലാഭത്തിലാണ് പോകുന്നത്. KMRL തിരുവനന്തപുരത്തും മെട്രോ ആരംഭിക്കുന്നതിന്റെ ഒരു പദ്ധതി, പക്ഷേ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ചില നിബന്ധനകൾ മൂലം ഇപ്പം അത് തടസ്സം നേരിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ സാധ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകത, കേരളം മൊത്തത്തിൽ തന്നെ നഗരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി മെട്രോ മാത്രമല്ല മറ്റ് സംവിധാനങ്ങളും നമുക്കിപ്പോ ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് സംവിധാനം തിരുവനന്തപുരം മുതൽ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഒരു ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമായിരിക്കും. കൊച്ചിയിൽ തന്നെ കനാൽ റിജനുവേഷൻ ഏകദേശം 4000 കോടിയാണ് നമ്മൾ മുടക്കുന്നത്. നെതർലൻഡ്സ് പോലെ നമ്മുടെ കനാലുകളാകെ മാറ്റി തീർക്കാമെന്നതാണ് അതുവഴി വിഭാവനം ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൂടി വരുമ്പോൾ
ഇൻവെസ്റ്റ്മെന്റും അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വരും. പക്ഷെ സകവേ ചില പ്രശ്നങ്ങളുണ്ട്, കാതലായ ചില പ്രശ്നങ്ങൾ. അതായത് തൊഴിലാളി യൂണിയനുകൾ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഇൻഡസ്ട്രി മിനിസ്റ്ററും കൂടിയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിൽ അങ്ങനെ പറയത്തക്ക ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളില്ല. നമ്മളൊരു സിനിമ വഴിയും അതൊക്കെ ഒരു നരേറ്റീവാണ്. ചില പ്രശ്നങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോ ഏറ്റവും കൂടുതൽ പണിമുടക്കങ്ങൾ നടന്ന ആദ്യത്തെ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യൂണിയൻ ഗവൺമെന്റ് പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടിൽ കേരളം ഇല്ല. അത് 48% തമിഴ്നാടാണ് ഒന്നാം സ്ഥാനത്ത്, 26% മറ്റുമാണ് മഹാരാഷ്ട്ര, 11% മറ്റു ഗുജറാത്താണ്. അപ്പൊ കേരള ആ പട്ടികയിലൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം വന്നാൽ അത് ലോകത്ത് എല്ലാവരും അറിയുന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല. ആളുകളുടെ ധാരണ വാളയാർ ചുരം അങ്ങോട്ട് കിടന്നാൽ മാത്രമാണ് ഇത്തരം സമരങ്ങളുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പൊ അപ്പുറത്താണ് കൂടുതൽ നടക്കുന്നത്. നമ്മളിവിടെ നിയമപ്രകാരമായിരിക്കണം എല്ലാ കാര്യങ്ങളും. നമുക്ക് മിനിമം വേജ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനനുസരിച്ച് വളരെ പീസ്ഫുൾ ആയിട്ടാണ്. ഒരു തരത്തിലും കഴിഞ്ഞപ്പോൾ ഞാൻ മിനിസ്റ്ററായിട്ടുള്ള 5 വർഷം നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തൊഴിൽ തർക്കങ്ങളുടെ ഭാഗമായി ഒരു സ്ഥാപനത്തിൽ പ്രതിസന്ധി വന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ കേരളത്തിൽ ഈ പറഞ്ഞ ആ പഴയ ഡീപ് റൂട്ടഡ് പ്രിസംഷൻ കേരളത്തെ കുറിച്ച് മാറിയിരിക്കുന്നതായി ബന്ദ് ഇവിടെ ഒരു ഘടകമാണ്. പണ്ടൊക്കെ കേരളത്തിലേക്ക് പോകാൻ പറ്റില്ല, ഹർത്താലാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തുള്ളവർക്കും വിദേശികൾക്കും ഒക്കെ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്യൂവിന്റെ പേരിൽ ഒരു ഹർത്താൽ നടത്തിയതായിട്ട്. ചില ജില്ലാ ഹർത്താലുകളൊക്കെ UDF നടത്തുകയുണ്ടായി. പക്ഷെ പൊതുവെ ഇപ്പൊ BMW കേരളത്തിൽ വരാതിരുന്നത് ഹർത്താൽ കണ്ടുകൊണ്ടാണെന്നായിരുന്നു നെഗറ്റീവ് ഉണ്ടായി. പക്ഷെ അവര് തന്നെ പറഞ്ഞു, അവരുടെ ചില പ്ലാന്റുകളിൽ ഒരു 100 കാറ് പ്ലാന്റിൽ നിന്ന് പോർട്ടിലേക്ക് പുറപ്പെട്ടാൽ 90 എത്തിയാൽ ബെസ്റ്റ് എന്ന് പറയുന്ന അത്രയും ഒരു അന്തരീക്ഷം വിൽക്കുന്നിടത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കിയയുടെ പ്ലാന്റിൽ നിന്ന് പോർട്ടിലേക്ക് പോയ 900 കാറാണ് ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് ഇപ്പോ കേരളത്തിലില്ല. നല്ല രീതിയിൽ തന്നെ അത്തരം ഘട്ടങ്ങൾ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമരങ്ങളിലേക്ക്, ഇപ്പോൾ കർഷകരുടെ സമരം വന്നില്ലേ, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു തൊഴിൽ ബന്ധങ്ങൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം ഒന്നെങ്കിൽ വിറ്റഴിക്കുകയാണ്, അതല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. അത് വളരെ ലാഭത്തിൽ നടക്കുന്ന കമ്പനി ആയാലും അല്ലെങ്കിലും ഒക്കെ അവരുടെ ഒരു മൂലധനം സ്വീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് അത് മാറിയിട്ടുണ്ട്. കേരളത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഏതാണ്ട് നഷ്ടത്തിലായിരുന്നവയെല്ലാം ലാഭത്തിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാർഗം നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഓഹരി വിപണിയിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുക, കൺസോളിഡേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും. വിപണി നമ്മൾ ആലോചിച്ച ജോയിന്റ് വെഞ്ചേഴ്സ് ആവശ്യമായിട്ടാകാം എന്ന കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ കെൽട്രോണിന്റെ തന്നെ ചില റഷ്യൻ കമ്പനിയുമായിട്ടുള്ള നമ്മുടെ ജോയിന്റ് വെഞ്ചർ ഉണ്ട്. SFL നമ്മുടെ ചില ജോയിന്റ് വെഞ്ചറുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോ കെൽട്രോൺ 1300 കോടി ടേൺ ഓവറായി. ഏറ്റവും നല്ല KMML അവർക്ക് പുതിയ ടൈറ്റാനിയം ഇതിലേക്ക് വേണമെങ്കിൽ ടെക്നോളജി പാർട്ണർ വേണ്ടി വരും, പുതിയ ഇതിലേക്ക് വേണ്ടി വരും. അപ്പൊ അതിനെല്ലാം അത്തരം ഒരു ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ചിലത് പ്രായോഗികമായിട്ടുണ്ട്. പിന്നെ PSUവിന്റെ ഉപയോഗിക്കാത്ത ലാൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു. ചിലത് പാർക്കുകളാക്കി മാറ്റുന്നു, വ്യവസായ പാർക്കുകളായിട്ട്. ആ ഭാഗം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ഡയറക്ട് ബോർഡും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വെച്ച് അത് പുനഃസംഘടിപ്പിച്ചു. റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് താഴെത്തലം മുതൽ MD വരെയുള്ളതെല്ലാം ഈ ട്രാൻസ്പെറന്റ് ആയി റിക്രൂട്ട്മെന്റ് ബോർഡിന് വിട്ടുകൊടുത്തു. എല്ലാ കമ്പനികളുടെയും ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ വർക്ക് റിപ്പോർട്ടും എല്ലാം നിയമസഭയിൽ സമയബന്ധിതമായി നൽകാൻ കഴിഞ്ഞു. അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ എണ്ണം കൂടി. ചില കമ്പനികൾ തുടക്കം മുതൽ നഷ്ടത്തിലുള്ളതാണ്. അതിന്റെ കോർ ആക്ടിവിറ്റി മാറ്റുന്നതും ഇപ്പൊ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചേഞ്ച് PSUവിലുണ്ടായി. ഇപ്പൊ കേന്ദ്രം കൈയൊഴിഞ്ഞതാണ് HNL. അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്തു. KPPL ഇപ്പൊ ലാഭത്തിലേക്ക് വന്നു. ഇപ്പൊ അതിന്റെ സെക്കൻഡ് എക്സ്പാൻഷൻ നമ്മൾ 720 കോടിയുടെ അവസാന സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് KEML കാസർഗോഡ് അതും കേന്ദ്രത്തിൽ കൈമാറി നഷ്ടത്തിലായി. ഇപ്പൊ നമ്മൾ തിരിച്ചെടുത്ത് പതുക്കെ ലാഭത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ജീവിതം വളരെ മുന്നോട്ട് പോകാൻ വളരെ ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കാരണങ്ങളായിട്ടുണ്ട്. ഈ വ്യവസായ രംഗത്ത് ഒരു ബദൽ വരുമാനം, അതിനെക്കുറിച്ച് എന്താണ് മിനിസ്റ്ററുടെ അഭിപ്രായം? ഇപ്പൊ വരുന്ന ഈ ഇതെല്ലാം നമ്മുടെ ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുന്നു. നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ നിങ്ങൾ ഈ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പുകളിലേക്ക് ഒന്ന് ഇറങ്ങി പോകും. ഏതെങ്കിലും ഷോപ്പിൽ, ഈ വലിയ ഷോപ്പുകളിൽ ആളില്ലാതെ ഉണ്ടോ? മോളുകൾ നോക്കും.
എല്ലാ വിഭാഗം ആളുകളും അവരെല്ലാം നല്ല രീതിയിൽ തന്നെയുള്ള വരുമാനമുള്ളവരായി മാറുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം. നമ്മൾ ഈ എംപ്ലോയ്മെന്റ് രജിസ്റ്ററിലെ കണക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോ ഗവൺമെന്റ് 20 ലക്ഷം തൊഴിലിന്റെ ഭാഗമായി ഒരു സർവേ ഒക്കെ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ ചില മേള നടത്തി നമ്മൾ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞ ഇപ്പോൾ ഇവിടെ തിരക്കിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, ചിലർ പുറത്തായിരിക്കും. പക്ഷെ അത് ഗവൺമെന്റിന്റെ ജോലി എന്ന് പറയുമ്പോൾ അതൊരു കാഴ്ച. ഇപ്പൊ അത് മാറി കുറെ കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ വരുമാനം പെർ ക്യാപിറ്റ വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. തുടക്കം മുതലേ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ഒന്ന് കൂടെ നിർത്തി അവരെ ഒപ്പം കൊണ്ടുപോകുമായിരുന്നെങ്കിൽ വ്യവസായ രംഗത്ത് നമുക്ക് കുറച്ചും കൂടെ മുന്നേറ്റം ഉണ്ടാക്കാമായിരുന്നു? പക്ഷേ മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഈ നെഗറ്റിവിറ്റിക്ക് വളരെ വേഗതയിൽ കിട്ടും. ഇപ്പോ നമ്മൾ 1 ലക്ഷം സംരംഭം തുടങ്ങിയപ്പോൾ അത് കള്ളമാണെന്ന് സ്ഥാപിക്കുക, അങ്ങനെ ഒരു പ്രചാരം ലോകത്തൊരു മാധ്യമം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരം രീതിയിലുണ്ടായിരുന്നു നെഗറ്റിവിറ്റി. സിനിമയിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഇപ്പൊ വരവേൽപ്പ് സിനിമയിൽ അങ്ങനെ ഒരാള് ഒരു ബസ് വാങ്ങിക്കുമ്പോൾ ഫിറ്റ്നസ് പോലും നോക്കാത്ത, ഒരു പരിചയമില്ലാത്ത ബിസിനസ്സിൽ ഇറങ്ങുന്ന, കണ്ടക്ടറായി കാശ് കൈകാര്യം ചെയ്യുന്ന ആൾ ഒരു പരിചയമില്ലാതെ ഏൽപ്പിക്കുന്ന ഒരു ബിസിനസ് എവിടെ തുടങ്ങിയാലും പൊളിഞ്ഞു പോകും. പക്ഷെ അത് നെറേറ്റീവ് അറിയുന്നതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു പൊതുചിത്രം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ മാധ്യമങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇത് വിസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം വിസിബിൾ ആണ്. ഇപ്പൊ ഇങ്ങനെ ഇല്ല എന്ന് ഞാൻ മാധ്യമങ്ങളോട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരത് അങ്ങ് ഏറ്റെടുത്തില്ല. ഞാൻ ഇപ്പൊ ഇവിടെ മേക്കർ വില്ലേജ് നിങ്ങൾ ഒരു ദിവസം പോയാൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു 10 സ്റ്റോറി നമുക്ക് കിട്ടും. പുതിയ സംരംഭങ്ങൾ എങ്ങനെ വരുന്നു. ഇപ്പോ കുറച്ച് മാറ്റം മാധ്യമങ്ങൾക്കും വന്നിട്ടുണ്ട്. പോസിറ്റീവായ സ്റ്റോറികൾ കുറച്ചൊക്കെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ കൂടി അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ സഹായകരമായിരിക്കുമെന്നാണ് തോന്നുന്നത്. മാധ്യമരംഗത്ത് എനിക്ക് മിനിസ്റ്ററുടെ ഒപ്പം കുറച്ചു കാലം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അനുഭവസമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കുന്നതാണോ അതോ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് ഏതാണ് ഇഷ്ടപ്പെടുന്നത്? അവർക്ക് കൂടുതൽ നൽകാൻ പറ്റുന്നത് എന്താണ്? എന്റെ മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പക്ഷെ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇൻവോൾവ് ചെയ്യാന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ മീഡിയയിലാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ രാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ അതിലങ്ങ് ഇൻവോൾവ് ചെയ്യും. ഇപ്പൊ മിനിസ്റ്റർ ആകുമ്പോൾ ഈ കാലയളവ് എങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ടൈം ക്ലോക്ക് അനുസരിച്ച് ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ കൗണ്ട് ഡൗൺ ഉണ്ട്. എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒരു റോഡ് മാപ്പും ആക്ഷൻ പ്ലാനും ഉള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു സംഭാവന നമ്മുടെ നാടിന്റെ വ്യവസായ മേഖല അത് ലോകം അംഗീകരിക്കും ഒന്നിലേക്ക് മാറ്റാൻ കഴിയും. വ്യവസായ സൗഹൃദത്തിൽ കേരളം ഇന്ത്യയുടെ 1ാം സ്ഥാനത്താകുമെന്ന് സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. അതൊരു ടീം സ്പിരിറ്റാണ്. ഞങ്ങളുടെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ കൂടി നേതൃത്വത്തിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും അപ്പം തന്നെ കളക്റ്റീവായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നൽകാൻ കഴിഞ്ഞ ഒരു പ്രധാന സംഭാവനയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ പറ്റും. നമ്മുടെ ആളുകൾ, ചെറുപ്പക്കാർ തിരിച്ചു വരുന്നു. അവരിവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ തന്നെ വ്യവസായങ്ങൾ വരുന്നു. അത് ലോകത്തിന് മുൻപിൽ കുറെ കൂടി കേരളത്തിന് ശിരസ് ഉയർത്തി വിളിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഈ കാലയളവിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയായിട്ടാണ് ഇത് കാണുന്നത്. നന്ദി മിനിസ്റ്റർ. വ്യവസായ രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച്, ഇനിയും നമ്മൾ കൈവരിക്കാനുള്ള ഉയരങ്ങളെക്കുറിച്ചും ഒക്കെ ഇത്രയും നേരം റിപ്പോർട്ടർ ടിവിയോട് കാര്യങ്ങൾ പങ്കുവച്ചത്. നമസ്കാരം.